1948-ലും 1975-ലും 1992-ലും ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു നിരോധിത തീവ്രവാദ പ്രസ്ഥാനമാണ് RSS. ആ RSS ഇന്ത്യ രാജ്യത്ത് നിരവധി കലാപങ്ങളും കലഹങ്ങളും വംശഹത്യകളും കൊള്ളയും നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഇന്ത്യയിൽ എവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പ്രയാസമുള്ള സാഹചര്യമുണ്ടായാലും അവിടെയെല്ലാം ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഒരു സന്നദ്ധ സംഘടനയും ഒരു രക്ഷാപ്രവർത്തന ദൗത്യം ചെയ്യുന്ന സംഘടനയുമാണ് RSS എന്ന്. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നലകളിലുള്ള അവസ്ഥയും ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ചർച്ച ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ചില വസ്തുതാപരമായ സത്യങ്ങളുണ്ട്, ചില വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. 1948 ജനുവരി 3 ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാകുന്ന കരംചന്ദ് ഗാന്ധിയുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിച്ച ഹിന്ദുത്വ തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ RSSന്റെ പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് തൻ്റെ പിതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ് ഓടി വന്ന മകൻ ദേവദാസ് ഗാന്ധി നാഥുറാം വിനായക് ഗോഡ്സെയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിൻ്റെ പേരിലാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ പിതാവിൻ്റെ നെഞ്ചകത്തേക്ക് നിറയൊഴിച്ചത് എന്ന് ചോദിക്കുമ്പം നാഥുറാം വിനായക് ഗോഡ്സെ പറഞ്ഞത് അത് രാഷ്ട്രീയപരമാണ് എന്നാണ്. മാത്രമല്ല 1992 ഡിസംബർ 6 LK അഡ്വാനിയും മനോഹർ ജോഷിയും ഉമഭാരതിയും കല്യാൺ സിംഗും ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദികൾ, ബജ്രംഗ് പ്രവർത്തകർ, ശിവസേനയുടെ ആൾക്കാർ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുകയും മനുഷ്യ സൗഹാർദ്ദത്തെയും മാനവികതയും വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ സൗഹാർദ്ദവും മാനവികതയും മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് മനുഷ്യ സമൂഹത്തോട് ആഹ്വാനം നടത്തി തക്ബീർ കൊണ്ടും തസ്ബീഹ് കൊണ്ടും തഹ്ലീൽ കൊണ്ടും അലങ്കരിച്ച ബാബരി മസ്ജിദിന്റെ തങ്ക താഴിക കുടങ്ങൾ 1992 ഡിസംബർ 6 തച്ചു തകർത്ത ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനമാണ് RSS. ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് 2300-ലധികം മരണമുണ്ടായി എന്നുള്ളതാണ് അന്നത്തെ ചരിത്രം, അന്നത്തെ സംഭവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ 1998 ഫെബ്രുവരി 14 കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനം, 765-ലധികം ആളുകൾ മരണപ്പെട്ടു. LK അഡ്വാനി നടത്തുന്ന രഥയാത്രയുടെ തൊട്ടുമുമ്പ് ഹിന്ദുക്കളെ മുഴുവൻ ഒന്നിപ്പിക്കാൻ വേണ്ടി, ഹിന്ദുക്കൾക്ക് എതിരെയാണ് ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളുമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി LK അഡ്വാനിയുടെ മൗനാനുവാദത്തോടും അറിവോടും കൂടി നടത്തിയ സ്ഫോടനമായിരുന്നു കോയമ്പത്തൂർ സ്ഫോടനം. ഇതേപോലെ 1999 ജനുവരി 22 10ഉം 6ഉം വയസ്സുള്ള മക്കളോടും തൻ്റെ പ്രിയപ്പെട്ട പ്രീതമയോടും കൂടി കിടന്നുറങ്ങിയ ഗ്രഹാം സ്റ്റ്യൂവർട്ടിനെ പച്ചയായിട്ട് ചുട്ടുകൊന്ന പ്രസ്ഥാനമാണ് RSS. അവർ ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹം എന്താണ്, അവർ ഈ RSS എന്ന് പറയുന്ന സംഘടനയോട് ചെയ്ത കുറ്റമെന്താണ് എന്ന് പറയാൻ പോലും സാധ്യമല്ല. അങ്ങനെ നിരപരാധികളെ കൊന്ന പ്രസ്ഥാനമാണ് RSS. 2144 പേർ കൊല്ലപ്പെട്ട മുംബൈ കലാപം 2000 നടത്തിയത് RSS അല്ലേ? 2144 പേരാണ് മുംബൈ കലാപത്തിൽ മരണമടഞ്ഞത്. ഇതേപോലെ 2002 ജനുവരി 27 നരേന്ദ്രമോദിയുടെ അറിവോടുകൂടി അന്നത്തെ മനോരമ പത്രം എഴുതി ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ മോഡിയാണ് എന്ന്. ആ ഗുജറാത്ത് കലാപത്തിൽ 3790 മനുഷ്യന്മാരെയും 100 കണക്കിന് വീടുകളെയും 100 കണക്കിന് വാഹനങ്ങളെയും അഗ്നിക്കീരയാക്കി സ്വന്തം മാതാവിൻ്റെയും
പിതാവിന്റെയും മുമ്പിലിട്ടിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവരുടെ ഗുഹ്യസ്ഥാനത്തേക്ക് പെട്രോൾ അടിച്ചു കയറ്റി തീപ്പെട്ടിക്കൊണ്ട് ഉരച്ചിട്ട് കത്തിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തപ്പോൾ കണ്ട് ആസ്വദിച്ച കിരാത പ്രസ്ഥാനമാണ് RSS. 2005 ഒക്ടോബർ 29 ന്യൂഡൽഹിയിൽ നടന്ന സ്ഫോടനവും നാം മറക്കാൻ പാടില്ല. ആ ന്യൂഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ 61 പേർ കൊല്ലപ്പെടുകയും 210 പേർക്ക് പരിക്കേൽക്കുകയും സംഭവിച്ചു എന്നുള്ളതാണ്. 2006 ജൂലൈ മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ നടത്തിയ സ്ഫോടനം 180 പേർ കൊല്ലപ്പെടുകയും 700-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ നൂറുകണക്കിന് കൊലപാതകങ്ങൾ ഞങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് RSS. 2007 ഫെബ്രുവരി 18 നടന്ന സംഝോത എക്സ്പ്രസ് സ്ഫോടനം 70-ലധികം പേർ കൊല്ലപ്പെടുകയും 50-ലധികം ആളുകൾക്ക് പരിക്കു സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ സാധിക്കുന്നത്. എന്നാൽ സംഝോത എക്സ്പ്രസിൽ ഹിന്ദുത്വവാദികൾ നടത്തിയ സ്ഫോടനത്തിൽ 325-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇതേ 2007 ഒക്ടോബർ 11 അജ്മീർ ദർഗയിൽ ഹിന്ദുത്വവാദികൾ നടത്തിയ സ്ഫോടനം. ആ സ്ഫോടനത്തിൽ 600-ലധികം ആളുകൾ മരണപ്പെട്ടു. ഇതേ 2007 മെയ് 18 മക്ക മസ്ജിദ് സ്ഫോടനം. ആ മക്ക മസ്ജിദ് സ്ഫോടനത്തിൽ 269 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കു സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ നൂറുകണക്കിന് നിരപരാധികളായ നിരവധി പേരുടെ കൊലയ്ക്ക് കാരണക്കാരായ കൊലയാളി പ്രസ്ഥാനമാണ് RSS എന്നുള്ളത്. 2008 സെപ്റ്റംബർ 29 മലോഗാവ് സ്ഫോടനം. 213 ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. ആ മലോഗാവ് സ്ഫോടനത്തിലും നൂറുകണക്കിന് നിരപരാധികളായ നിരവധി പേർക്ക് പരിക്കുണ്ടായി. 2010 2023 ഇടയിൽ ഗോസംരക്ഷണ സേന നടത്തിയ അക്രമം 673 പേരെ കൊല ചെയ്ത പ്രസ്ഥാനമാണ് ഗോസംരക്ഷണ സേന നടത്തി. 2017 സെപ്റ്റംബറിലുണ്ടായ മുസഫർ നഗർ കലാപം 574 പേരാണ് മുസഫർ നഗർ കലാപത്തിൽ മരണമടഞ്ഞത്. RSSന്റെ ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. അതേപോലെ 2015 ഗോവിന്ദ് പാൻസാരെയും ഭാര്യ ഉമാ ദേവിക്കും നേരെയുണ്ടായ വെടിവെപ്പ്. അതേ 2015 തന്നെ കാബുർഗിയുടെ കൊലപാതകം. 2017 സെപ്റ്റംബർ 6 മാധ്യമ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിരുന്ന ഗൗരി ലങ്കേഷിന്റെ കൊലപാതകം. 2019 ബംഗാൾ കലാപം. ആ ബംഗാൾ കലാപത്തിൽ മാത്രം 332 പേർ കൊല ചെയ്യപ്പെട്ടു. 2020 ഫെബ്രുവരി 23 നടന്ന ഡൽഹി കലാപം. ആ ഡൽഹി കലാപത്തിൽ 231 പേർ മരണമടഞ്ഞു. എല്ലാത്തിനുമുപരി 2023 മണിപ്പൂർ കലാപം. ആ മണിപ്പൂർ കലാപത്തിൽ ഏകദേശം 3240-ലധികം ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. 60,000-ലധികം ആൾക്കാർ പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. 642-ലധികം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. നൂറുകണക്കിന് സ്തൂപങ്ങളും 100-കണക്കിന് വിഗ്രഹങ്ങളും. എല്ലാത്തിനുമുപരി സ്ത്രീകളുടെ മാനത്തിന് പച്ചയായ വിലയിട്ട കിരാത പ്രസ്ഥാനമാണ് RSS. ഈ RSS ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയ അക്രമം ഇത് മാത്രമല്ല. 2016 ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയ ആക്രമണം 247 ആയിരുന്നു എങ്കിൽ അത് 2021 ആയപ്പോൾ 505. 2022 അത് 599. 2023 525. ഇങ്ങനെ എണ്ണമറ്റ കലാപങ്ങൾ നടത്തിയ ഒരു തീവ്ര ഭീകര പ്രസ്ഥാനമാണ് RSS. ആ RSSനെ കുറിച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യത്ത് എവിടെ പ്രയാസങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ഓടിയെത്തുന്ന ഒരു സന്നദ്ധ സേവന സംഘമാണ് RSS എന്ന്. പ്രധാനമന്ത്രിയുടെ ഈ വാക്കിനെ പരമപുച്ഛത്തോടുകൂടി 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാൻ മാത്രമേ ജനാധിപത്യ രാജ്യത്ത് ബോധമുള്ള ഒരു പൗരന് സാധിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി അങ്ങ് മനസ്സിലാക്കുന്നത് നല്ലതാണ്.